രാജ്യത്ത് 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അപ്പോൾ വളരെ കൗതുകമുള്ള ഒരു ന്യൂസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. 8ാം ശമ്പള കമ്മീഷൻ 18,000 രൂപയാണ് അടിസ്ഥാന ശമ്പളം കൊടുക്കുന്നത്. ഏഴാം കമ്മീഷൻ 18,000 രൂപ കൊടുത്തു. 8ാം കമ്മീഷൻ ഇപ്പോൾ എത്ര കൊടുക്കുമെന്ന് അറിയില്ല. 36,000 കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ തുടങ്ങിയത് ഒരു 55 രൂപയിലാണ്. അതാണ് എൻ്റെ രസം. സ്വാതന്ത്ര്യത്തിന് ശേഷം സർക്കാർ ശമ്പള പരിഷ്കരണം ഏറെ മാറിയിട്ടുണ്ട്. ഓരോ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ജീവനക്കാരുടെ വരുമാനത്തിൻ്റെ തുകയിൽ മാത്രമല്ല അവരുടെ ശമ്പള ഘടനയിലും വലിയ മാറ്റം വരുത്തി. 80 വർഷം പിന്നിടുമ്പോൾ എങ്ങനെയാണ് രാജ്യത്ത് 55 രൂപയിൽ നിന്ന് 18,000 രൂപയിലേക്ക് വളർന്നതെന്ന് നോക്കാം. 1946-ൽ പ്രാബല്യത്തിൽ വന്ന ശമ്പള പരിഷ്കാര കമ്മീഷൻ, അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് രാജ്യത്ത് വന്നൊരു ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രതിമാസം 55 രൂപയാണ് ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളമായി നിശ്ചയിച്ചിരുന്നത്. ഇപ്പോൾ ഒരു 55,000 രൂപയുടെ വില വരും. ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം പരമാവധി ശമ്പളം 2,000 രൂപയായിരുന്നു. 1959 മുതൽ പ്രാബല്യത്തിൽ വന്ന 2ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ മിനിമം അടിസ്ഥാന ശമ്പളം 80 രൂപയായി ഉയർത്തി. അപ്പോൾ അടിസ്ഥാന ശമ്പളം 3,000 രൂപയായി വർദ്ധിച്ചു. അപ്പോൾ ആദ്യം 55 രൂപ 2,000 രൂപ, പിന്നെ 80 രൂപ 3,000 രൂപ. 73-ലാണ് 3ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരുന്നത്. മിനിമം അടിസ്ഥാന ശമ്പളം 190 രൂപയാക്കി. അപ്പോൾ 3,500 രൂപ ആളുകൾക്ക് ശമ്പളം കിട്ടാൻ തുടങ്ങി. ഇന്ന് 3 ലക്ഷം രൂപ വരെ ശമ്പളം കിട്ടുന്ന ആളുകളുണ്ട്. 1986-ൽ പ്രാബല്യത്തിൽ വന്ന 4ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ അടിസ്ഥാന ശമ്പളം 750 രൂപയാക്കി മാറ്റി. അപ്പോൾ 8,000 രൂപയായി ഉയർന്നു. 1996-ൽ നടപ്പിലാക്കിയ 5ാം ശമ്പള പരിഷ്കരണത്തോടുകൂടി മിനിമം വേതനം 2,250 രൂപയായി നിശ്ചയിച്ചു. ശമ്പളം 26,000-ആയി വർദ്ധിച്ചു. നോക്കൂ, കുറേ വർഷങ്ങൾ കൊണ്ട് ഭയങ്കരമായ ബൂമിംഗ് ആണ് വന്നത്. 2006 മുതൽ പ്രാബല്യത്തിൽ വന്ന 6ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ 7,000 രൂപയായി ഉയർത്തിയപ്പോൾ 80 രൂപയായി വർദ്ധിച്ചു. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രകാരം 55 രൂപയായിരുന്നത് 7ാം ശമ്പള പരിഷ്കരണ കമ്മീഷനിലെത്തുമ്പോൾ 18,000 രൂപയായി ഉയർന്നു എന്നാണ് അവർ പറയുന്നത്. 7ാം ശമ്പള കമ്മീഷൻ പുതിയ ശമ്പള ഘടന കൊണ്ടുവന്നത് 2016-ൽ കമ്മീഷൻ വന്ന 7ാം ശമ്പള കമ്മീഷൻ അടിസ്ഥാന ശമ്പളം 18,000 രൂപയായി വർദ്ധിപ്പിച്ചു. പരമാവധി അടിസ്ഥാന കിട്ടുന്ന തുക 2.5 ലക്ഷം രൂപയായി നിശ്ചയിച്ചു. 7ാം ശമ്പള കമ്മീഷൻ ശമ്പളം വർദ്ധിപ്പിക്കുക മാത്രമല്ല സർക്കാർ ജീവനക്കാരുടെ ശമ്പള ഘടനയും മാറ്റുകയുണ്ടായി. മുൻപത്തെ പേ ബാൻഡ് ഗ്രാൻഡ് പേ സിസ്റ്റത്തിന് പകരം പേ മാട്രിക്സ് എന്ന ഒരു പുതിയ സംവിധാനം നിലവിൽ കൊണ്ടുവന്നു. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം നിർണ്ണയിക്കുന്നതിനുള്ള പുതിയൊരു ചട്ടക്കൂടും സർക്കാർ ഉണ്ടാക്കി. അടുത്ത ശമ്പള പരിഷ്കരണത്തിനായി കാത്തിരിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ ഇപ്പോഴത്തെ ശ്രദ്ധ 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷനിൽ എന്ത് മാറ്റം കൊണ്ടുവരും. 8ാം കമ്മീഷനിലുള്ള മിനിമം അടിസ്ഥാന ശമ്പളം ഇതുവരെ അന്തിമമായി നിശ്ചയിച്ചിട്ടില്ല. ഇനിയാണ് നിശ്ചയിക്കുക. കമ്മീഷൻ ശുപാർശകൾ സമർപ്പിക്കുകയും ഔദ്യോഗിക വിജ്ഞാപനത്തിലൂടെ സർക്കാർ അന്തിമ തീരുമാനം എടുക്കുകയും ചെയ്തതിനു ശേഷം മാത്രമേ പുതിയ ശമ്പള കണക്കുകൾ ഔദ്യോഗികമായി പുറത്തുവിടുകയുള്ളൂ. 7ാം ശമ്പള കമ്മീഷന് കീഴിൽ മിനിമം അടിസ്ഥാന ശമ്പളം 18,000 രൂപയായിരുന്നെങ്കിൽ ഏകദേശം 8 പതിറ്റാണ്ടുകളായി കേന്ദ്ര സർക്കാർ ജീവനക്കാർ അടിസ്ഥാന ശമ്പളത്തിൽ എത്രമാത്രങ്ങൾ മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ കണക്കുകൾ സൂചിപ്പിച്ചത്. 55 രൂപയിൽ തുടങ്ങി അന്ന് 2,000 രൂപ ശമ്പളം വാങ്ങിച്ചെടുത്തുനിന്ന് ഇന്ന് 18,000 രൂപ എത്തി 2.5 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന നിലയിലേക്ക് സർക്കാർ ജീവനക്കാർ വളർന്നു. അങ്ങനെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളമെല്ലാം ഉയർന്നപ്പോൾ ഈ രാജ്യത്തെ വില സൂചികയും അതിനനുസരിച്ച് ഉയർന്നിട്ടുണ്ടാവും. അപ്പോഴാണ് ദരിദ്ര കോടികൾ വരുന്ന ദരിദ്ര നാരായണന്മാരായിട്ടുള്ള മഹാഭൂരിപക്ഷത്തിൻ്റെ ജീവിതം തീർച്ചയായും കൂട്ടി വായിക്കേണ്ടതാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥിരതയുള്ള ശമ്പളവും സ്ഥിരതയുള്ള പെൻഷനും കിട്ടുമ്പോൾ ബാക്കിയുള്ളവരുടെ ജീവിതം എങ്ങനെയാണ് കുത്തനെ ഉയർന്നു പോയതെന്ന് കൂടി വലിയ ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. എന്തായാലും നല്ലൊരു കൗതുകമുള്ളൊരു വാർത്തയായതുകൊണ്ടാണ് നമ്മളിത് ചെയ്തത്. 1946-ലെ 55 രൂപ ശമ്പള പരിഷ്കരണ സ്കെയിലിൽ നിന്ന് തുടങ്ങി 2026 ആകുമ്പോൾ 18,000 രൂപ അടിസ്ഥാന ശമ്പള സ്കെയിലിലേക്ക് മാറുന്ന നല്ല രസകരമായൊരു പേ സ്കെയിൽ, പേ താരിഫ് സമ്പ്രദായമാണ് രാജ്യത്ത് നിലവിൽ വന്നത്.